പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചായിരുന്നു. ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിബനാച്ചി നമ്പേഴ്സ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ അറിയാവുന്ന ഒരു നമ്പേഴ്സ് ആണ് ഫിബനാച്ചി നമ്പേഴ്സ്, അല്ലെങ്കിൽ ഫിബനാച്ചി സീക്വൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫിബനാച്ചി നമ്പേഴ്സ്. ഫിബനാച്ചി നമ്പേഴ്സ് അല്ലേ? എന്താണ് ഫിബനാച്ചി നമ്പേഴ്സ്? ദാറ്റ് ഈസ് നമ്മൾ ഫിബനാച്ചി സീക്വൻസ് അറിയാം അല്ലേ? സെയിം അതിലെ നമ്പേഴ്സ് നമ്മൾ സം F1, F2, F3 ഉണ്ട്. അതിലെ ഓരോ എലമെന്റ്സിനെയും റെപ്രസെന്റ് അത് തന്നെയാണ് ഫിബനാച്ചി നമ്പേഴ്സ്. എന്താണ് ഫിബനാച്ചി സീക്വൻസ്? ദാറ്റ് ഈസ് 1, അടുത്തത് 1, നെക്സ്റ്റ് ഇനി അങ്ങോട്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് 2. അടുത്ത എലമെന്റ് തൊട്ട് മുന്നത്തെ ഏതാണോ എഴുതുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ 2 നമ്പർ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3. അടുത്ത നമ്പർ 3 + 2 ദാറ്റ് ഈസ് 5. അടുത്ത നമ്പർ 5 + 3 ദാറ്റ് ഈസ് 8. അടുത്ത നമ്പർ 8 + 5 ദാറ്റ് ഈസ് 13. നെക്സ്റ്റ് 8 + 13 ദാറ്റ് ഈസ് 21. നെക്സ്റ്റ് 21 + 30 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 34. നെക്സ്റ്റ് 34 + 21 ദാറ്റ് ഈസ് 55, etc. ഇതാണ് ഫിബനാച്ചി സീക്വൻസ്. ഇത് തന്നെയാണ് ഫിബനാച്ചി നമ്പേഴ്സ്. നമ്മൾ ഫിബനാച്ചി നമ്പേഴ്സിനെ സം F1 ഫസ്റ്റ് ഫിബനാച്ചി നമ്പേഴ്സ് F1 = 1 അല്ലേ? നെക്സ്റ്റ് F2 സെക്കൻഡ് ഫിബനാച്ചി നമ്പേഴ്സ് ദാറ്റ് ഈസ് 1, അതും 1. നെക്സ്റ്റ് F3 = 3. F4 = 5. നെക്സ്റ്റ് F5 അല്ലേ? ഫിഫ്ത്ത് എലമെന്റ് ദാറ്റ് ഈസ് 8. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്, ദാറ്റ് ഈസ് 2. F3 2 ആണ് അല്ലേ? ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് 2. 2 + 1 ദാറ്റ് ഈസ് 3. 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് F6 8. F7 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. F8 that's equal to 21, etc. ഇതാണ് ഫിബനാച്ചി നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ റിക്കർസീവ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് 2 എലമെന്റ് നമ്മൾ എഴുതിയതാ അല്ലേ? 1 + 1 and 1. നെക്സ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം തൊട്ട് മുന്നത്തെ ഏതാണോ നമ്പേഴ്സ് അത് ആഡ് ചെയ്തതാണ് അടുത്ത നമ്മൾ F3 മുതൽ നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? ദാറ്റ് ഈസ് റിക്കർസീവ്ലി നമുക്ക് എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് റിക്കർസീവ് ഡെഫിനിഷൻ. That is എങ്ങനെ ഡിഫൈൻ ചെയ്യാം? F1 = F2 = 1. F1 ഉം F2 ഉം ഈക്വൽ ആണ് അല്ലേ? അത് ഏത് നമ്പറാണ്? 1 ആണ്. നെക്സ്റ്റ് ദാറ്റ് ഈസ് ഇതിനെ ഫസ്റ്റ് റിക്കർസീവ് ഡെഫിനിഷൻ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റിക്കർസീവ് ഡെഫിനിഷൻ എന്നുള്ളത്. ദാറ്റ് ഈസ് അതിന് 2 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്പ്, അതുപോലെ തന്നെ റെക്കറൻസ് സ്റ്റെപ്പ് അല്ലെങ്കിൽ റെക്കറൻസ് റിലേഷൻ. ഈ 2 സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ സ്റ്റെപ്പാണ് ഇനീഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത്. ദാറ്റ് ഈസ് F1. ഇത് 2 നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് അല്ലെ? F1 = 1, F2 = 1. ഇത് 2 നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. നെക്സ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഏതാണോ മൂന്നാമത്തെ എഴുതുന്നത്, തേർഡ് നമ്പർ എഴുതുന്നത് സെക്കൻഡ് നമ്പേഴ്സിന്റെയും ഫസ്റ്റ് നമ്പേഴ്സിന്റെയും സം ആണ് തേർഡ്. നെക്സ്റ്റ് ഫോർത്ത് എഴുതുമ്പോൾ തേർഡിന്റെയും സെക്കൻഡിന്റെയും സം അല്ലേ? Therefore n greater than അല്ലെങ്കിൽ n greater than or equal to 3 ആണെങ്കിൽ, അല്ലെങ്കിൽ n greater than 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് Fn = n കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ 2 നമ്പർ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിന്റെ തൊട്ട് മുന്നത്തെ നമ്പർ Fn - 1 + Fn - 2. ഇതാണ് റിക്കർസീവ് ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിബനാച്ചി നമ്പേഴ്സിനെ കുറിച്ച് ചെറിയൊരു പഠനം. ദാറ്റ് ഈസ് അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതും ഇക്വേഷൻ രൂപത്തിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ കുറച്ച് റിസൾട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഫിബനാച്ചി നമ്പേഴ്സ് ആൻഡ് പാസ്കൽ ട്രയാങ്കിൾ. എന്താണ് പാസ്കൽ ട്രയാങ്കിൾ? പാസ്കൽസ് ട്രയാങ്കിൾ
അല്ലേ? പാസ്കൽ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഫസ്റ്റ് 1 എഴുതി, നെക്സ്റ്റ് 1 1, നെക്സ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എഴുതി, നെക്സ്റ്റ് വീണ്ടും 1 1 എന്ന് എഴുതി, അല്ലെ? രണ്ട് സൈഡിലും കംപ്ലീറ്റ് 1. നെക്സ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന എന്താണോ അത് സെൻട്രൽ എഴുതി, ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന എന്താണോ അത് ഇതിന്റെയും സെൻട്രൽ എഴുതി, നെക്സ്റ്റ് വീണ്ടും 1 1, അല്ലെ? ഒരു ട്രയാങ്കിൾ ഫോമിലാണ് ഇത് പോകുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്, അല്ലെ? ഈ സെൻട്രത്തെ തൊട്ട് മുന്നത്തെ രണ്ട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് അടുത്ത 1 plus 3 that is 4, 3 plus 3 that's equal to 6, next 3 plus 1 that's equal to 4, next again 1 1. അടുത്തത് 1 plus 4 that is 5, next 4 plus 6 that is equal to 10, next 6 plus 4 that's equal to again 10, next 4 plus 1 that is equal to 5, again 1 1. ഓക്കെ, ഒരു പ്രത്യേക ഓർഡറിലാണ് ഇത് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ ട്രയാങ്കിൾ ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പ്രത്യേക ഒരു റൂൾ വെച്ചാണ് എഴുതുന്നത്, അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു നെക്സ്റ്റ് എന്ത് എഴുതും? 1 plus 5 that is equal to 6, 5 plus 10 that's equal to 15, next 10 plus 10 that is 20, next 10 plus 5 that is 15, next 6, next 1. ഇതാണ് പാസ്കൽ ട്രയാങ്കിൾ, അല്ലെ? ഇവിടെ മണ്ണെഴുതി. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പാസ്കൽ ട്രയാങ്കിളും ഫിബൊനാച്ചി നമ്പേഴ്സും ചെറിയൊരു റിലേഷൻ ഉണ്ട്. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഞാൻ ഇവിടെ ചെറിയൊരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ലൈൻ ഇങ്ങനെ എഴുതി, രണ്ടാമത്തെ ലൈൻ കറക്റ്റ് ആയിട്ട് ഒരു പാരലൽ ലൈനാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നെക്സ്റ്റ് ഈ ഇൻക്ലൂഡിംഗ് 1. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് ലൈനിൽ 1 ഉണ്ട് ഈ ഒരു സൈഡിൽ, ഇതിൽ ഈ ഒരു സൈഡിൽ എല്ലാ ലൈനിലും 1 ഇൻക്ലൂഡ് ആണ്, അല്ലെ? നെക്സ്റ്റ് വരയ്ക്കുമ്പോഴും ഈ 1 ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ഇവിടെയോ ഫസ്റ്റ് ലൈനിൽ 1 ഉണ്ട്, സെക്കൻഡ് ലൈനിൽ 1 ഇല്ല, തേർഡ് ലൈനിൽ 1 ഉണ്ട്, ഫോർത്ത് ലൈനിൽ 1 ഇല്ല, ഇങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് ഇവിടെ 1 ഇല്ല. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ, അല്ലെ, ഇങ്ങനെ പാരലൽ ലൈൻ ആയിട്ട്, അല്ലെ, ഇൻക്ലൂഡിംഗ് 1 ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് പാരലൽ ലൈൻ ആവുക. ഓക്കെ, നെക്സ്റ്റ് ഈ രീതി നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവാം. നെക്സ്റ്റ് ഓരോ ലൈനിലും ഉള്ള നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് ഈ ലൈനിലുള്ള ഒന്നാമത്തെ ലൈനിലെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1, രണ്ടാമത്തെ ലൈനിലെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ 1, ഇനി മൂന്നാമത്തെ ലൈനിൽ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1 plus 1 that's equal to 2. നെക്സ്റ്റ് ഫോർത്ത് ലൈനിൽ ആഡ് ചെയ്യുമ്പോൾ 1 plus 2 that's equal to 3. നെക്സ്റ്റ് ഫിഫ്ത്ത് ലൈനിൽ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1 plus 3 plus 1 that's equal to 5. നെക്സ്റ്റ് സിക്സ്ത് ലൈനിൽ ആഡ് ചെയ്യുമ്പോൾ 1 plus 4 plus 3 that's equal to 7 plus that is 1 that is equal to 8. നെക്സ്റ്റ് അടുത്തത് ആഡ് ചെയ്യുമ്പോൾ ഇത് വരും 1 plus 5 that's equal to 6, 6 plus 6 that is 12, 12 plus 1 that's equal to 30. അല്ലെ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് നമ്മൾ ഈ പാസ്കൽ ട്രയാങ്കിളിലെ ഈ രീതിയിൽ നമ്മൾ ആ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈനിലും വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് എന്തായിരിക്കും? f1 equal to 1, next f2 equal to second line sum that is again 1, next f3 equal to that is 2, f4 equal to that's equal to 3, next f5 equal to 5, f6 that's equal to 8, f7 that's equal to 13, etc. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും, അല്ലേ? ഇതെന്താണ്? ഇത് ഫിബൊനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പേഴ്സ് ആണ്. ഇത് പാസ്കൽ ട്രയാങ്കിളിന് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു റൂൾ വെച്ച് ഈ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത്, സെയിം എല്ലാ എപ്പോഴും നമ്മൾ ഒരേ റൂളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പാസ്കൽ ട്രയാങ്കിളും ഫിബൊനാച്ചി നമ്പേഴ്സും തമ്മിലുള്ള ചെറിയൊരു റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ ഫിബൊനാച്ചി നമ്പേഴ്സിനെ ഇക്വേഷൻ ഫോമിൽ എഴുതാം? നമ്മൾ റെക്കർസീവ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, പക്ഷെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടോ ഇല്ല എന്നാണ്, അല്ലെ? That is theorem.
The Fibonacci numbers are given by capital letters. കാരണം ഒരു mathematicianന്റെ name ആണ് Fibonacci. That is EF Fibonacci. Fibonacci numbers are given by എങ്ങനെ എഴുതാം? Fn. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Fn. n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫിബനാച്ചി നമ്പേഴ്സ് കിട്ടും. n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഫിബനാച്ചി നമ്പേഴ്സ് കിട്ടും. ജനറലി Fn ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 0 ടു ഏത് വരെയാണ്? n-1/2 അല്ലേ? n എന്താണോ അതിന്ന് n-1/2. നെക്സ്റ്റ് അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുക. എന്താണ് ഫ്ലോർ ഫംഗ്ഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് n-i-1ci അല്ലേ? ഇങ്ങനെ എഴുതാം. എന്താണ് കോമ്പിനേഷൻ? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. +1 +2 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് കോമ്പിനേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ? ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ മാത്രം ഞാൻ എഴുതാം. ദാറ്റ് ഈസ് NC. സാധാരണ രണ്ട് രീതിയിൽ നമ്മൾ എഴുതും. NCR ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ NCR. ഈ രണ്ട് രീതിയിലും എഴുതാറുണ്ട്. ഓക്കെ, എന്താണ് NCR? ദാറ്റ് ഈസ് n factorial NCR equal to n factorial divided by r factorial into n-r factorial. ഇതാണ് ആക്ച്വൽ ഡെഫിനിഷൻ. ആക്ച്വൽ ഡെഫിനിഷൻ ഇതാണ് അല്ലേ? ദാറ്റ് ഈസ് 3C1 പറഞ്ഞു കഴിഞ്ഞാൽ 3 factorial divided by 1 factorial into 3 minus 1 factorial. That's equal to 3 factorial പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 divided by 1 factorial പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ? That is 1 into 3 minus 1 factorial പറഞ്ഞു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് 2 factorial. 2 factorial പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. ഇതാണ് ശരിക്കുള്ള ഡെഫിനിഷൻ, കോമ്പിനേഷന്റെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് NCR. ഇതിനെ രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഈ രീതിയിലെ നൊട്ടേഷനാണ്. ദാറ്റ് ഈസ് 3C1-നെ ഇങ്ങനെ എഴുതും, 3-1 എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ എഴുതും. ഓക്കെ, ദാറ്റ് ഈസ് 3C1. അല്ലെങ്കിൽ ഈ രീതിയിലും കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ട് നൊട്ടേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന റെപ്രസെന്റേഷൻ എഴുതാം. That is this equal to sigma I equal to 0 to n-1/2 floor function. That is n-i-1ci. ഇതാണ് ഫിബനാച്ചി നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രൂഫ് ഒന്നും പഠിക്കാനുള്ള ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് F1 നമുക്കറിയാം. F1 കുറച്ച് ഒരു 4-5 ടേംസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് F1 ഈക്വൽ ടു 1 ആയിരുന്നു അല്ലെ? F2 ഈക്വൽ ടു 1 ആയിരുന്നു. നെക്സ്റ്റ് F3 ദാറ്റ്സ് ഈക്വൽ ടു 2 ആയിരുന്നു. F4 ദാറ്റ്സ് ഈക്വൽ ടു 3 ആയിരുന്നു. F5 ദാറ്റ്സ് ഈക്വൽ ടു 5 ആയിരുന്നു. F6 ദാറ്റ്സ് ഈക്വൽ ടു 8 ആയിരുന്നു. നെക്സ്റ്റ് F7 ദാറ്റ്സ് ഈക്വൽ ടു 13 ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് Fn ഈക്വൽ ടു സിഗ്മ I going from 0 to n-1/2 floor function n-1/2. Next n-i-1ci. Okay, ഫസ്റ്റ് F1 വരുമ്പോ 0 മുതൽ ഇതുവരെ അല്ലെ? ഇതുവരെ നമ്മൾ സം ചെയ്യും അല്ലെ? ഏതുവരെ? ദാറ്റ് ഈസ് n എന്താണ്? F1 ആണെങ്കിൽ n1 ആണ്, F2 ആണെങ്കിൽ n2 ആണ്, F3 ആണെങ്കിൽ n3 ആണ്. Therefore നമ്മൾ ഏത് വരെ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, n ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ഒരു ടേം എന്തായിരിക്കും? ഈ ഒരു ടേം നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 1-1/2 അല്ലെ? 1-1/2 അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ. That is 0-യുടെ floor function. That's equal to 0. അപ്പോൾ n equal to 1 ആണെങ്കിൽ I equal to 0 to 0 അല്ലേ?
I equal to 0 to 0 ആണ്. അപ്പോൾ 0 മാത്രമേ ഉള്ളൂ. 0 മുതൽ 0 വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 മാത്രമേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാണ് I 0 മാത്രമേ ഉള്ളൂ അല്ലേ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ n ഈക്വൽ ടു 2 ആണെങ്കിൽ അല്ലേ, F2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും ഇവിടെ ദാറ്റ് ഈസ് 2 n ഈക്വൽ ടു 2 ആണെങ്കിൽ ഈ മുകളിലത്തെ ഏത് വരെ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു 2 ആണെങ്കിൽ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1/2. 1/2യുടെ ഫ്ലോർ ഫംഗ്ഷൻ അതും എന്താണ് 0 ആണ് അല്ലേ. ഫ്ലോർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് 1/2യുടെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അവിടെയും I എന്താണ് 0 മുതൽ 0 വരെ മാത്രമേ നമ്മൾ സം ചെയ്യണുള്ളൂ അല്ലേ. ഇത് നമ്മൾ I ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I 0 ടു ഇതുവരെ എന്നാണ്. അപ്പോൾ 0 മുതൽ n ഈക്വൽ ടു 1 ആണെങ്കിൽ 0 മാത്രമേ ഉള്ളൂ, n ഈക്വൽ ടു 2 ആണെങ്കിൽ 0 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് n ഈക്വൽ ടു 3 ആണെങ്കിലോ 3 വരുമ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് 3 മൈനസ് 1/2 അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് 2/2 വരും അല്ലേ. എന്നാൽ 2/2യുടെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് 2/2 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇൻഡിജേഴ്സ് ആണെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ സെയിം അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ I എവിടെ മുതലാണ് 0 മുതൽ ഏത് വരെയാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചു 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഏതൊക്കെ വരും ദാറ്റ് ഈസ് I ഈക്വൽ ടു 0 വരും 1 വരും. ഓക്കെ, ഈ ഒരു കേസിൽ. നെക്സ്റ്റ് 4 കൊടുക്കുമ്പോഴോ 4 കൊടുക്കുമ്പോൾ that is 4 minus 1/2 that's equal to 3/2 that's equal to 1.5. ഇതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ പറയുമ്പോൾ 1/1.5 ന്റെ ഫ്ലോർ ഫംഗ്ഷൻ അതും എന്താണ് 1. therefore ഈ ഫോർത്ത് കേസിൽ F4 കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമ്മൾ 0 1 ഇത് രണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് F5 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 minus 1 divided by 2 that is equal to 4/2. that is അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ പറഞ്ഞാൽ 2യുടെ ഫ്ലോർ ഫംഗ്ഷൻ that is 2. അപ്പോൾ 0 1 2 വരെ അല്ലേ 3 നമ്പേഴ്സ് വരും. that is 0 I equal to 0 1 2. ഓക്കെ, നെക്സ്റ്റ് 6 വരുമ്പോഴോ ദാറ്റ് ഈസ് 6 മൈനസ് 1 divided by 2 that's equal to 5 divided by 2 that's equal to 2 point something. അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുമ്പോഴും 2 വരിക. that's equal to ഈ ഒരു കേസിലും I equal to 0 1 2 അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ I ഏത് വരെ വാരി ചെയ്യുന്നു എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം F1 ഡെഫിനിഷൻ ഉപയോഗിച്ച് F1 എന്താ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡെഫിനിഷനായി സെൽ എഴുതാം. that's equal to ഒന്നാമത്തെ F1 equal to എന്താണ് ഡെഫിനിഷൻ ഇതായിരുന്നു. that is Fn equal to sigma I equal to 0 to n minus 1/2 n minus I minus 1 ci ഇതായിരുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 to ഇതെന്താണ് 0 to 0 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. that is sigma 0 to 0 എന്നാൽ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ 0 മുതൽ 0 വരെ. അപ്പോൾ ഇവിടെ 0 കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് 0 കൊടുക്കുമ്പോൾ എന്നിന് എന്ത് കൊടുക്കണം 1 കൊടുക്കണം, ഐക്ക് 0 കൊടുക്കണം. ദാറ്റ് ഈസ് 1 മൈനസ് 0 മൈനസ് 1 സി 0 അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താണ് 0 സി 0 എന്താണ് 0 സി 0 0 സി 0 പറഞ്ഞു കഴിഞ്ഞാൽ NCR പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു NCR പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക 0 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ്. 0 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ്. ഓക്കെ, 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 into 2. ഇനി അങ്ങോട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും ദാറ്റ് ഈസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 C0 that's equal to 0 factorial divided by 0 factorial into 0 factorial that is 1 divided by 1 into 1 that's equal to 1 അല്ലേ. therefore ഒന്നാമത്തെ F1 നമുക്ക് കിട്ടി F1 equal to 1 കാരണം ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് ചെയ്യുമ്പോൾ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ അല്ലേ. ചെയ്ത് നോക്കാം. കാരണം I equal to 0 to 0 നമ്മൾ സമ്മേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 to 0 വരെ മാത്രമേ ഉള്ളൂ നമുക്ക് ആഡ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഫ്ലോർ ഫംഗ്ഷൻ ഉണ്ട്, വിട്ടുപോയതാണ് ഫ്ലോർ ഫംഗ്ഷൻ ഉണ്ട് ദാറ്റ് ഈസ് n മൈനസ് I. ഓക്കെ, ഇനി n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ, 0 to 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും, നമ്മൾ ആ ടേം മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2 മൈനസ് 0 മൈനസ് 1 c 0. കാരണം ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈക്വൽ ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 c 0. നമുക്കറിയാം nc0 എപ്പോഴും എന്താണ്, nc0 എപ്പോഴും 1 ആണ്. ഏത് ഇൻഡിജർ എടുത്തു കഴിഞ്ഞാലും 0 കോമ്പിനേഷൻ ആണെങ്കിൽ അത് 1 ആയിരിക്കും. therefore this equal to 1. ആഡ് ചെയ്യാൻ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. therefore നമുക്ക് എന്ത് ചെയ്യാം, f2 equal to അല്ലെ, f2 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആയിരുന്നു ഇത് അല്ലെ, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു again 1. നെക്സ്റ്റ് അടുത്തത് f3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് f3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ടേം ഉണ്ട് അല്ലെ, 0 അതുപോലെ തന്നെ 1 അല്ലെ, 0 to 1. ദാറ്റ്സ് ഈക്വൽ ടു ഫസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ രണ്ട് ടേം ഉണ്ട് അല്ലെ, i ഈക്വൽ ടു 0 to 1 എന്നാണ്. അപ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 0 മൈനസ് n ഈക്വൽ ടു 3 ആണ്, n ഈക്വൽ ടു 3 ആണ്, ഐക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3 മൈനസ് 0 മൈനസ് 1 c 0 പ്ലസ് അടുത്ത ടേമോ 1 ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് 3 മൈനസ് 1 മൈനസ് 1 c 1. രണ്ട് ടേം, ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 3 മൈനസ് 1 ദാറ്റ് ഈസ് 2c0 പ്ലസ് 2c0 പ്ലസ് ഇവിടെ എന്ത് വരും, ദാറ്റ് ഈസ് 3 minus 2 that is 1c1 that is 2c0. നമുക്കറിയാം, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതാം. 0c0 1 ആണ്. നെക്സ്റ്റ് ncn that's equal to 1 ആണ്. രണ്ടാമത്തേത് nc0 അതും 1 ആണ്. ഓക്കെ, that is nc0 1 ആണ്, ncn 1 ആണ്, 0 ncn പറഞ്ഞു കഴിഞ്ഞാൽ 0c0 ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് nc1 എപ്പോഴും n ആണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ncn നമ്മൾ എന്താണ് ഡെഫിനിഷൻ, ncr ആണെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ ncn എന്ത് വരും, ncn എന്ന് പറയുമ്പോൾ r ന്റെ സ്ഥാനത്തും കൂടി എന്ത് കൊടുക്കണം, n കൊടുക്കണം അല്ലെ. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ നെക്സ്റ്റ് n മൈനസ് n ദാറ്റ് ഈസ് n മൈനസ് n ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇത് രണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ, ബാക്കി ഇവിടെ 1 ഉണ്ട്. ഇതെന്താണ് 0 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആണ്. അപ്പോൾ പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് അപ്പൊ ഇവിടെ എന്ത് വന്നു, ഇവിടെ 2c0 പറഞ്ഞാൽ 1 പ്ലസ് അഗൈൻ nc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദാറ്റ് ഈസ് 1 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് f3 ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2 അല്ലേ. കറക്റ്റ് ആണ്, ഇതുവരെ എല്ലാം കറക്റ്റ് ആണ്. ഒരു ടൈം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം, ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് f4 എന്താണ്, f4 വരുമ്പോൾ വീണ്ടും അവിടെ രണ്ട് ടേം ഉണ്ട് അല്ലെ, ആ രണ്ട് ടേമും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 0 to 1 എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഫസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് 4 മൈനസ് അല്ലെ, n ഈക്വൽ ടു 4 ദാറ്റ് ഈസ് 4 മൈനസ് 0 minus 1c0 plus next 4 minus 1 minus 1c1 that equal to എന്ത് വരും, 4 minus 1 that is 3c0 plus 3c0 plus 3c0 plus next 4 minus 1 minus 1 that is 2c1 that is എന്ത് വരും, 2c1. nc1 എപ്പോഴും എന്താണ്, n ആണ് അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2 പ്ലസ് 3c0 1 that is 1 plus 2 that's equal to f4 equal to 3. Okay,
നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെഫിനിഷൻ ഫിബൊനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പർ, സോറി സീക്വൻസ് അല്ല, ഫിബൊനാച്ചി നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. പ്രൂഫ് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് F1 ഞാൻ ഒന്നുകൂടി എഴുതാൻ പോവാണ്. F1 ഈക്വൽ ടു 1 ആയിരുന്നു. F2 ഈക്വൽ ടു 1 ആണ്. F3 ഈക്വൽ ടു 2, F4 ഈക്വൽ ടു 3, F5 ഈക്വൽ ടു 5, F6 ഈക്വൽ ടു 8, F7 equal to 13, F8 equal to 21, etc. Okay. ഇനി എന്താണ് F1 plus F2? F1 ഫസ്റ്റ് ഞാൻ ഇതിന്റെ സം എഴുതാൻ പോവാണ്. ഫസ്റ്റ് F1 എന്ന് എഴുതി, അത് 1 എന്ന് എഴുതി. എന്താണ് F1 plus F2? F1 plus F2 that equal to 1 plus 1 that's equal to 2. അല്ലേ? നെക്സ്റ്റ് എന്താണ് F1 plus F2 plus F3 that's equal to 1 plus 1 plus 2 that's equal to 4. നെക്സ്റ്റ് എന്താണ് F1 plus F2 plus F3 plus F4 ഫസ്റ്റ് 4 ഫിബൊനാച്ചി നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും that equal to 7 അല്ലേ? that is ഇത്രയും അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യണം, that's equal to 7. നെക്സ്റ്റ് അടുത്ത് 7ന്റെ കൂടെ 5 ആഡ് ചെയ്യണം അല്ലേ? that is F1 plus F2 plus F3 plus F4 plus F5 that's equal to എത്ര വരും? that is 7 plus 5 that is 12, etc. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ അല്ല വരുന്നത് അല്ലേ? ഫസ്റ്റ് 1 വന്നു, സെക്കൻഡ് 2 വന്നു, നെക്സ്റ്റ് 2 സ്ക്വയർ അല്ലെങ്കിൽ 2 plus 2 എന്തായാലും 4 വന്നു. നെക്സ്റ്റ് ഇതും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അടുത്ത ടേം കൂടി ഞാൻ എഴുതാം, രണ്ട് ടേം കൂടി എഴുതാം, എന്നിട്ട് നമുക്ക് നോക്കാം. F1 plus F2 plus F3 plus F4 plus F5 plus F6 that equal to 12ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? വീണ്ടും 8 ആഡ് ചെയ്യണം, that equal to 20. നെക്സ്റ്റ് F1 plus F2 plus F3 plus F4 plus F5 plus F6 plus F7 that equal to 20 plus 30 അല്ലേ? that is 33, etc. ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തരാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇത്രയും നമുക്ക് F1 ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ, ഫസ്റ്റ് 2 ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ്, ഫസ്റ്റ് 3 ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ്, ഫസ്റ്റ് 4 ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ്, ഇതായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്താണ് ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ. അത് കിട്ടണമെങ്കിൽ F3യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. that is F1 കിട്ടണമെങ്കിൽ F1 equal to F3 minus 1 അല്ലേ? എന്താണ് F3? 2 minus 1 that's equal to നമുക്ക് 1 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് 2 ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? F3യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. സോറി, F3 അല്ല, F4ൽ നിന്ന്. F3യിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പേഴ്സ് കിട്ടും. F4ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫസ്റ്റ് 2 ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ് കിട്ടും അല്ലെ? എന്താണ് F4 ഈക്വൽ ടു ദിസ് ഈക്വൽ ടു 1 ആയിരുന്നു. നെക്സ്റ്റ് F4 ഈക്വൽ ടു 3 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2 അല്ലെ? ദാറ്റ് ഈസ് F1 പ്ലസ് F2 2 ആയിരുന്നു. നെക്സ്റ്റ് എന്താണ് F1 പ്ലസ് F2 പ്ലസ് F3 ദിസ് ഈക്വൽ ടു F5 മൈനസ് 1 അല്ലെ? F5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി അല്ലെ? ഇത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 4 ആയിരുന്നു അല്ലെ? എന്താണ് F5 ഈക്വൽ ടു 5 ആണ്. 5ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4. കറക്റ്റ് ആണ് അല്ലെ? that is F1 plus F2 plus F3. നെക്സ്റ്റ് അടുത്തതോ F1 plus F2 plus
F3 plus F4 ഇത് കിട്ടണമെങ്കിൽ F6 നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. എന്താണ് F6? That is 8. 8 minus 1, that's equal to 7. അല്ലേ? That is 7. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റിസൾട്ട് എഴുതാം. പക്ഷെ അതിന്റെ പ്രൂഫും കൂടി നമ്മൾ എഴുതേണ്ടി വരും. അല്ലേ? എന്താണ് ഫസ്റ്റ് ഫിബൊനാച്ചി n ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സം. അല്ലേ? That is F1 plus F2 plus F3 plus F4 plus etc plus Fn. നമ്മൾ തൊട്ടുമുന്നേ എഴുതിയിട്ടുണ്ട്. അല്ലേ? എന്താണ് ആ റിലേഷൻ? എന്താണ് ഇത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടെണ്ണാണെങ്കിൽ എന്താണ് അതിൽ F1 plus F2 ആണെങ്കിൽ F4 നിന്ന് 1 മൈനസ് ചെയ്യാം. നെക്സ്റ്റ് F1 plus F2 plus F3 ആണെങ്കിൽ F5 നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ n ആണെങ്കിൽ 3 വരെ ആണെങ്കിൽ 3 plus 2 കണ്ടുപിടിക്കുക. അത് Fന്റെ സഫിക്സ് ആക്കി എഴുതുക, എന്നിട്ട് മൈനസ് ചെയ്യാം. 4 ആണെങ്കിൽ 4 plus 2 അല്ലേ? F6. നെക്സ്റ്റ് 1 ആണെങ്കിൽ 1 plus 2 that is 3. 2 ആണെങ്കിൽ 2 plus 2 that is 4. അങ്ങനെയാണെങ്കിൽ n ആണെങ്കിൽ that is F1 plus F2 plus F3 plus etc. Fn ആണെങ്കിൽ എന്താ വേണ്ടത്? Fn plus 2 അല്ലേ? 2 ആഡ് ചെയ്തിട്ട് അതിനെ 1 മൈനസ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഇതിനെ ഒരു സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതാം. അല്ലേ? that is സിഗ്മ n equal to 1 to infinity അല്ലെങ്കിൽ n equal to വേണ്ട 1 to n ആണ്. അല്ലേ? ഇൻഫിനിറ്റി അല്ല, 1 to n. that is I equal to 1 to n Fi. അല്ലേ? that is നമ്മൾ ഫസ്റ്റ് ഐക്ക് 1 കൊടുക്കുമ്പോൾ ഇത് കിട്ടും, F1 കിട്ടും, ഐക്ക് 2 കൊടുക്കുമ്പോൾ F2 കിട്ടും. അതെല്ലാം ആഡ് ചെയ്യണം. അതാണ് സിഗ്മ നൊട്ടേഷൻ. ദിസ് ഈക്വൽ ടു Fn plus 2 minus 1. ഇതാണ് റിസൾട്ട്. that is ഫസ്റ്റ് nth ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സമ്മ് ഈക്വൽ ടു Fn plus 2 minus 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് നമ്മൾ ജസ്റ്റ് 10 എഴുതിയിട്ട് ഇതേപോലെ റിസൾട്ട് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം ഇത് കംപ്ലീറ്റ് എല്ലാ എന്നിനും ട്രൂ ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പ്രൂഫ്. ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ് നമ്മൾ. എന്താണ് റിസൾട്ട്? ദാറ്റ് ഈസ് ഫസ്റ്റ് n, ദാറ്റ് ഈസ് സിഗ്മ I equal to 1 to n Fi. that equal to Fn plus 2 minus 1. Result. In a prove using mathematical induction. Using mathematical induction. Okay. First assume first n equal to 1 ന് ചെക്ക് ചെയ്യും. അല്ലേ? n equal to 1 ആവുമ്പോൾ എന്തായിരിക്കും? that is F1 equal to F3 minus 1, that's equal to 2 minus 1, that's equal to 1. നമ്മൾ ചെക്ക് ചെയ്തതാണ്. n equal to 1 ന് n equal to 2 ന് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ് തൊട്ട് മുന്നേ. that is the result is true for n equal to 1. okay, ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്, assume that n equal to k. the result is true for n equal to k. the result to true for n equal to k. അല്ലേ? കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്താണ് കെക്ക് ഈ റിസൾട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് സിഗ്മ I from 1 to k Fi this equal to Fk plus 2 minus 1. ഇനി then we have to prove that. The result is true for k plus 1. The result is true for
n equal to k plus 1 അല്ലേ? ഇതാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് n equal to k plus 1 വരുമ്പോൾ? ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ I going from 1 to k plus 1, this equal to fi, this equal to f of k plus 1 plus 2 അല്ലേ? n ആണെങ്കിൽ n plus 2, k plus 1 ആണെങ്കിൽ k plus 1 plus 2 minus 1. That is simply f k plus 1 plus 2, that is f k plus 3 minus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, that is I going from 1 to k plus 1 fi. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? ദാറ്റ് ഈസ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഇത് എഫ് കെ പ്ലസ് 3 മൈനസ് 1 എന്ന് തെളിയിക്കാം. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു സിഗ്മ ഐ ഗോയിങ് ഫ്രം 1 ടു കെ പ്ലസ് 1 എഫ് ഐ. ദിസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? സിഗ്മ ഐ ഗോയിങ് ഫ്രം 1 ടു കെ എഫ് ഐ പ്ലസ് നെക്സ്റ്റ് ഒരു ടേമും കൂടിയേ ഉള്ളൂ അല്ലേ? ദാറ്റ് ഈസ് ഇതിൻ്റെ കൂടെ ഒരു ടേമും കൂടി കൂട്ടി കെ വരെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ടേം, ലാസ്റ്റ് ടേം എഫ് കെ പ്ലസ് 1. പക്ഷേ കെ വരെ നമുക്കറിയാം, കെ വരെ എന്താണ്? സിഗ്മ ഐ ഗോയിങ് ഫ്രം 1 ടു കെ എഫ് ഐ അസ്യൂം ചെയ്തിട്ടുണ്ട്, ഇത് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? ദിസ് ഈക്വൽ ടു എഫ് കെ പ്ലസ് 2 മൈനസ് 1 അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ടേം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എഫ് കെ പ്ലസ് 2 മൈനസ് 1 ആണ്. പിന്നെ എന്തുണ്ട്? എഫ് കെ പ്ലസ് 1 ഉണ്ട്. ദാറ്റ് ഈക്വൽ ടു എഫ് കെ പ്ലസ് 2, ഇതിനെ ഞാൻ സെക്കൻഡ് ടേം ആക്കി എഴുതി, എഫ് കെ പ്ലസ് 1 മൈനസ് 1. നമുക്കറിയാം ഫിബൊനാച്ചി സീക്വൻസ് എഴുതുമ്പോൾ F1 നെക്സ്റ്റ് F2 F3 എങ്ങനെ കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് F3 കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഫ് കെ എഴുതി, നെക്സ്റ്റ് എഫ് കെ പ്ലസ് 1 എന്ന് എഴുതി, നെക്സ്റ്റ് എഫ് കെ പ്ലസ് 2 എന്ന് എഴുതി, നെക്സ്റ്റ് എഫ് കെ പ്ലസ് 3 എന്ന് എഴുതും അല്ലേ? എഫ് കെ പ്ലസ് 3 എപ്പോഴാണ് കിട്ടുക? ഇതിൻ്റെ തൊട്ടും മുന്നത്തെ രണ്ട് ടേം ആഡ് ചെയ്യുമ്പോൾ അല്ലേ? ദാറ്റ് ഈസ് എഫ് കെ പ്ലസ് 1 പ്ലസ് എഫ് കെ പ്ലസ് 2 അല്ലേ? ഇതെന്താ കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡെഫിനിഷൻ ഓഫ് ഫിബൊനാച്ചി നമ്പർ അല്ലേ, റെക്കറൻസ് റിലേഷൻ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് കെ പ്ലസ് 3 കിട്ടും അല്ലേ? therefore എഫ് കെ പ്ലസ് 3 മൈനസ് 1 അല്ലേ? ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. നമ്മുടെ എയിം അത് തന്നെയായിരുന്നു, ദാറ്റ് ഈസ് എഫ് കെ പ്ലസ് 3 മൈനസ് 1. വളരെ സിമ്പിൾ പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റും. സിഗ്മ ഐ ഗോയിങ് ഫ്രം 1 to n എഫ് ഐ that's equal to എഫ് എൻ പ്ലസ് 2 മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഫിബൊനാച്ചി പാറ്റേൺ. ഞാൻ വീണ്ടും ഫിബൊനാച്ചി നമ്പേഴ്സ് ഒന്നും കൂടി എഴുതാൻ പോകണം, കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ആവശ്യമുണ്ട്, ഈ നമ്പേഴ്സ് എടുത്ത് നോക്കി എഴുതേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് F1 ഈക്വൽ ടു 1 ആയിരുന്നു, നെക്സ്റ്റ് F2 ഈക്വൽ ടു 1 തന്നെയാണ്, F3 ഈക്വൽ ടു 2, നെക്സ്റ്റ് F4 ഈക്വൽ ടു 3, F5 ഈക്വൽ ടു 5, next F6 equal to 8, F7 equal to 13, next F8 equal to 21 21, next ഒരു നമ്പർ കൂടി എഴുതാം, F9 equal to, that is 1 2 3 4 5 6 7 8 9. okay, F9 equal to, that is 34 കിട്ടും. ഇതാണ് ഫിബൊനാച്ചി ഫസ്റ്റ് 9 ഫിബൊനാച്ചി നമ്പേഴ്സ്. ഇതാണ്. ഇനി ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം, എന്താണ് F1 ഇൻറ്റു F3 മൈനസ് F2 സ്ക്വയർ. എന്താ ചെയ്യണേ?
ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ സെൻറ്ററിലെ എലമെന്റ് മൈനസ് ചെയ്യണം. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എന്താ നോക്കാം. നെക്സ്റ്റ് പിന്നെ അടുത്തത് F1 F3 എടുത്ത് നെക്സ്റ്റ് ഇത് രണ്ടും എടുക്കാം അല്ലെ, ഇത് രണ്ടും എടുക്കാം, എന്നിട്ട് അത് രണ്ടും ഗുണിച്ചിട്ട് ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് F2 ഇൻറ്റു F3 മൈനസ് F4 മൈനസ് F3 സ്ക്വയർ ചെക്ക് ചെയ്യാം എന്താ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും അല്ലെ, F3യും ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം, എന്നിട്ട് അതിന്റെ സെൻറ്ററിലെ എലമെന്റിന്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് F3 ഡോട്ട് F5 ഡോട്ട് മീൻസ് പ്രൊഡക്റ്റ് അല്ലെ, ഇൻറ്റു മൈനസ് നെക്സ്റ്റ് F4 സ്ക്വയർ. ചെക്ക് ചെയ്യാം എന്താ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് F4 ഇൻറ്റു F6 മൈനസ് ഇതിന്റെ സ്ക്വയർ അല്ലെ, ദാറ്റ് ഈസ് F4 ഇൻറ്റു F6 മൈനസ് F5 സ്ക്വയർ ഈക്വൽ ടു അല്ലെ. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ എന്ത് വരും, ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം, ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്തത് ഇത് രണ്ടും ഇൻറ്റു ചെയ്തു, ദാറ്റ് ഈസ് 3 മൈനസ് 4 ദാറ്റ് ഈസ് മൈനസ് 1 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്യും അല്ലെ, F3 ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 ദാറ്റ് ഈസ് 10 മൈനസ് 9 ദാറ്റ് ഈസ് അഗെയിൻ 1 കിട്ടും അല്ലെ, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് അടുത്തത് ഇത് രണ്ടും ഇൻറ്റു ചെയ്യും അല്ലെ, 3 ഇൻറ്റു 8 ദാറ്റ് ഈസ് 24 മൈനസ് 25 5 സ്ക്വയർ മൈനസ് ചെയ്യും, ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ മൈനസ് 1. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത് അല്ലെ. ഈ ഒരു ഓർഡറിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 കിട്ടി, സെക്കൻഡ് -1 കിട്ടി, തേർഡ് 1 കിട്ടി, ഫോർത്ത് -1 കിട്ടി. കുറച്ചും കൂടി ചെയ്ത് നോക്കാം അല്ലെ. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം, ദാറ്റ് ഈസ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം, നെക്സ്റ്റ് ഇത് എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്യണം. എന്നാൽ 13 ഇൻറ്റു 5 ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 ദാറ്റ് ഈസ് 15, നെക്സ്റ്റ് 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് 65 അല്ലെ. 65 മൈനസ് 64 അല്ലെ, 8 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു അഗൈൻ -1 ആണ് കിട്ടുക അല്ലെ. അടുത്ത ചെയ്യുമ്പോഴും -1 ആണ് കിട്ടുക. ഏതായിരുന്നു അടുത്ത രണ്ട് ടേം, F5 ഇൻറ്റു F7 മൈനസ് F6 സ്ക്വയർ. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അടുത്ത ടേം ചെയ്യുമ്പോൾ 1 കിട്ടും, അടുത്ത ടേം ചെയ്യുമ്പോൾ -1 കിട്ടും, എക്സെട്ര. ഈ രീതിയിലാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ചെക്ക് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ജനറലി ഇതിനെ എങ്ങനെ എഴുതാം, ജനറലി ഇതിനെ 1 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ F1 ആയതുകൊണ്ട് 1 എന്ന് എഴുതാം. ഇവിടെ F2 വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ സെക്കൻഡ് ടേം വരുമ്പോൾ -1 ആണ്, തേർഡ് ടേം വരുമ്പോൾ എഗെയിൻ 1 ആണ്, ഫോർത്ത് ടേം വരുമ്പോൾ എഗെയിൻ -1 ആണ്, എക്സെട്ര. ഈ രീതിയിലാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ വേണമെങ്കിൽ നമുക്ക് -1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അടുത്തത് ഓക്കെ, നമുക്ക് ഇതിന്റെ സഫിക്സ് ആക്കി എഴുതാം. ഇവിടെ എന്താണോ അത് -1ന്റെ മുകളിൽ, അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ദാറ്റ് ഈസ് -1 ഹോൾ പവർ 3 അല്ലെ. 3 വരുമ്പോൾ -1 ആണ് അല്ലെ, അഥവാ ഈ ഒരു ടേം എന്താണോ അതിന്റെ പവർ ആക്കി എഴുതാം. നെക്സ്റ്റ് ഇത് വരുമ്പോഴും -1 ഹോൾ പവർ 4 അല്ലെ, F4 ആണ്, F സഫിക്സ് 4 ആണ്. therefore ജനറലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ജനറലി F ഇവിടെ n വരുന്ന രീതിയിൽ എഴുതാം അല്ലെ. ദാറ്റ് ഈസ് F n-1 നെക്സ്റ്റ് ഇൻറ്റു Fn+1 ദാറ്റ് മൈനസ് Fn സ്ക്വയർ ഈക്വൽ ടു -1 ഹോൾ പവർ n. കാരണം n-ന്റെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലെ ടേം ആണ് Fn അല്ലെ. Fn ഇവിടെ വരും, Fn+1 Fn-1 ആ രണ്ട് ടേം നമ്മൾ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇതിലെ മിഡ് ടേമിന്റെ സ്ക്വയർ മൈനസ് ചെയ്യും. അങ്ങനെ എപ്പോഴും ചെയ്ത് അല്ലെ. ഇത് രണ്ടും ഇൻറ്റു ചെയ്തു, എന്നിട്ട് ഇതിന്റെ സ്ക്വയർ അതിൽ നിന്ന് മൈനസ് ചെയ്തു. ഓക്കെ, അത് എപ്പോഴും എന്തായിരിക്കും, Fn-1 ഇൻറ്റു Fn+1 മൈനസ് Fn സ്ക്വയർ ഈക്വൽ ടു -1 ഹോൾ പവർ n ആയിരിക്കും. ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ശരിയാണ്, ഇതുവരെ കറക്റ്റ് ആണ്.
പക്ഷെ ബാക്കിയുള്ള ശരിയാണോ അല്ലെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രൈം നമ്പേഴ്സും ഫിബൊനാച്ചി നമ്പേഴ്സും ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം പ്രൈം നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി സ്റ്റാർ ആഷ് പി പവർ ആഷ് പ്ലസ് 1 ഇത് ഒന്നാമത്തെ പി ഈക്വൽ ടു 1 ആകുമ്പോൾ പ്രൈം നമ്പർ കിട്ടി, പി ഈക്വൽ ടു 2 ആകുമ്പോൾ വീണ്ടും പ്രൈം നമ്പർ കിട്ടി. അങ്ങനെ കുറേ ടേം, എനിക്ക് തോന്നുന്നു ഒരു 7-8 ടേമിന് വരെ അത് പ്രൈം നമ്പർ ആയിരുന്നു. ഒരു പ്രത്യേക കേസ് കഴിഞ്ഞപ്പോൾ അത് കോമ്പോസിറ്റ് നമ്പർ ആയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4-5 അല്ലെങ്കിൽ 10 ടേം അല്ലെങ്കിൽ ഒരു ഫൈനൽ നമ്പറിനെ ചെക്ക് ചെയ്തിട്ട് ഇത് ജനറലി ട്രൂ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിന് വ്യക്തമായിട്ട് ഒരു പ്രൂഫ് വേണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പോണത് ഇതാണ്. തിയറം ഇതിനെ വിളിക്കുന്ന പേര് കാസിനീസ് ഫോർമുല. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഫോർമുല? Fn minus 1 into Fn plus 1 minus Fn square that equal to minus 1 whole square. Sorry, whole square അല്ല, whole power n. ഇവിടെ എന്താണോ അതാണ് നമ്മൾ പവർ ആക്കി എഴുതുന്നത്. ഓക്കെ, ഇതാണ് കാസിനീസ് ഫോർമുല. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതും നമ്മൾ ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് mathematical induction by using mathematical induction. Okay, first എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? that is n equal to 1. n equal to 1 ആകുമ്പോൾ n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? n equal to 2 അപ്പോൾ ഓക്കെ, n equal to 2. assume that n equal to 2. n equal to 2 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? that is f1 വരും. n equal to 1 പറയാൻ കാരണം പറ്റില്ല എന്ന് പറയാൻ കാരണം f0 എന്നാൽ സീറോത്ത് ഫിബൊനാച്ചി നമ്പേഴ്സ് ഇല്ല അല്ലേ? ഫിബൊനാച്ചി നമ്പേഴ്സ് 1, 2, 3 ആ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f0 എന്ന് വരും. അത് ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. therefore n equal to 2 for n equal to 2 f1 into f3 that minus f2 square that's equal to ചെക്ക് ചെയ്യാം അല്ലേ? ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. that is n equal to 2 വരുമ്പോൾ ആൻസർ 1 കിട്ടും അല്ലേ? നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? the result is true for n equal to 1. mathematical inductionലെ ഫസ്റ്റ് സ്റ്റെപ്പ്. Next, second step. Step 2, assume that the result is true for n equal to k. അല്ലേ? n equal to k ആണെങ്കിൽ ആ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. therefore n equal to k ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായി? n ന്റെ സ്ഥാനത്ത് k കൊടുക്കണം അല്ലേ? that's equal to that implies n ന്റെ സ്ഥാനത്ത് k കൊടുക്കുമ്പോൾ f k minus 1 into f k plus 1 minus f k square equal to minus 1 whole power k is true. ഇതാണ് നമ്മുടെ അസംപ്ഷൻ അല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് then we have to prove that the result is true for n equal to k plus 1. k plus 1 ഇത് ട്രൂ ആണ് എന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ, എന്നാൽ k plus 1 വരുമ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും? k plus 1 വരുമ്പോൾ f of k യുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കും, അല്ലെങ്കിൽ n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കും അല്ലേ? that is ഫസ്റ്റ് ടേം k plus 1 minus 1 into next f of k plus 1 plus 1 minus f of k plus 1 whole square equal to minus 1 whole power k plus 1. okay, k plus 1 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. that is we have to prove n equal to k plus 1. The result is true for n equal to k plus 1. that is we have to prove that is f of
ഓക്കെ, ഇതിനെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. എന്താണ് എഫ് ഓഫ് കെ പ്ലസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് എഫ് കെ. ഇവിടെ എന്ത് വരും? എഫ് കെ ഇൻറ്റു എഫ് ഓഫ് കെ പ്ലസ് 2 മൈനസ് എഫ് ഓഫ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ഹോൾ പവർ കെ പ്ലസ് 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനലായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 ഹോൾ പവർ കെ പ്ലസ് 1 ആണ് എന്ന് നമ്മൾ തെളിയിക്കും. ഓക്കെ, therefore എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 2 മൈനസ് എഫ് ഓഫ് എഫ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ദിസ് ഈക്വൽ ടു എന്താണ് എഫ് കെ പ്ലസ് 2? എഫ് കെ പ്ലസ് 2നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം അല്ലേ? എഫ് കെ പ്ലസ് 2 ഈക്വൽ ടു ഫിബൊനാച്ചി സീക്വൻസ് ആണ്. കാരണം എഫ് കെ അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എഫ് കെ പ്ലസ് 1, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേമാണ് എഫ് കെ പ്ലസ് 2. ശരിയല്ലേ? therefore എഫ് കെ പ്ലസ് 2നെ ഞാൻ എഫ് കെ പ്ലസ് 2നെ ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യാണ്, ഈ ഒരു ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. therefore എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ പ്ലസ് 1 സ്ക്വയർ ഉണ്ട് അല്ലേ? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? that equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഫ് കെ സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഞാൻ ഇതിനെ സെക്കൻഡ് ടേം ആക്കി എഴുതാൻ പോകണം. ദാറ്റ് ഈസ് എഫ് കെ സ്ക്വയർ മൈനസ് എഫ് കെ പ്ലസ് 1 സ്ക്വയർ പ്ലസ് എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1. സെക്കൻഡും തേർഡും ടേമിൽ എഫ് കെ പ്ലസ് 1 എന്ന ടേം ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് എഫ് കെ സ്ക്വയർ മൈനസ് എഫ് കെ പ്ലസ് 1നെ ഞാൻ പുറത്തേക്ക് കൊടുത്തു, മൈനസ് എഫ് കെ പ്ലസ് 1നെ ഞാൻ പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എഫ് കെ പ്ലസ് 1 വരും, ഇവിടെ നെഗറ്റീവ് എഫ് കെ വരും അല്ലേ? മൈനസ് എഫ് കെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കിട്ടും, മൈനസ് എഫ് കെ പ്ലസ് 1 that is എഫ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ നെക്സ്റ്റ് മൈനസ് മൈനസ് പ്ലസ് എഫ് കെ പ്ലസ് 1 ഇൻറ്റു എഫ് കെ that is എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1 that equal to എഫ് കെ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് എഫ് കെ പ്ലസ് 1. എന്താണ് എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ? നമുക്കറിയാം എഫ് കെ എന്നത് എങ്ങനെ കിട്ടുക, അല്ലെങ്കിൽ എഫ് കെ പ്ലസ് 1 എങ്ങനെ കിട്ടുക? എഫ് കെ പ്ലസ് എഫ് കെ മൈനസ് 1 ആണ് അല്ലേ? എഫ് കെ പ്ലസ് 1 കിട്ടണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ രണ്ട് ടേം ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫ് കെ ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വന്നു? എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ വന്നു അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എഫ് കെ മൈനസ് 1 ആണ് അല്ലേ? therefore ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് കെ മൈനസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് കെ സ്ക്വയർ, ഞാൻ ഒരു മൈനസ് പുറത്ത് എഴുതാൻ പോവാണ്. മൈനസ് പുറത്ത് എഴുതി, മൈനസ് പുറത്ത് എഴുതുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഈ ടേം ഫസ്റ്റ് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് എഫ് കെ പ്ലസ് 1 ഇൻറ്റു എഫ് കെ മൈനസ് 1 നെക്സ്റ്റ് മൈനസ് എഫ് കെ സ്ക്വയർ അല്ലേ? ഈ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഈ ടേമിനെ കിട്ടും അല്ലേ? മൈനസ് ഞാൻ പുറത്ത് എഴുതിയെന്നുള്ളൂ, ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഈക്വൽ ടു എന്താണ് ഇത്? ഇത് എന്തായിരുന്നു? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ടേമാണ് ഇത് അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് കെ മൈനസ് 1 ഈ ഒരു ടേം എഫ് കെ മൈനസ് 1 ഇൻറ്റു എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 ഹോൾ പവർ ഒക്കെ ആണ് അല്ലേ? അതേ ആ സെയിം സംഭവം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയുള്ളത് അല്ലേ? എഫ് കെ മൈനസ് 1 ഇൻറ്റു എഫ് കെ പ്ലസ് 1 സെയിം, രണ്ടും ഇൻറ്റു ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കഴിഞ്ഞാൽ സെയിം ആണ്. therefore എഫ് കെ മൈനസ് 1 ഇൻറ്റു എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ സ്ക്വയർ, ഇത് എന്താ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇത്? ദിസ് ഈക്വൽ ടു മൈനസ് 1 ദാറ്റ് ഈസ് പുറത്തൊരു മൈനസ് ഉണ്ട്,
-1 whole power k. അകത്തൊരു -1 k ടൈംസ് ഉണ്ട്, വീണ്ടും പുറത്തുനിന്ന് ഒരു മൈനസ് ഉണ്ട് അല്ലേ. വേണമെങ്കിൽ നമുക്ക് -1 whole power ഈ ഒരു മൈനസ് കൊടുത്തിട്ട് കൂടെ എഴുതും എന്തായി k+1 ആയി. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. therefore n equal to നമ്മൾ അസ്യൂം ചെയ്തു n equal to k ക്ക് ഇത് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തു, ആൻഡ് n equal to, therefore the result is true for n equal to k+1. okay, therefore നമുക്ക് റിസൾട്ടിനെ എങ്ങനെ എഴുതാം? therefore റിസൾട്ട് തൊട്ട് മുന്നത്തെ റിസൾട്ട് ശരിയായിരുന്നു. എന്താണ് കാസിനിസ് ഫോർമുല? therefore fn-1 into fn+1 minus fn square, that equal to -1 whole power n. okay, complete proof by using mathematical induction. ഇത്രയാണ് നമുക്ക് നിങ്ങളുടെ സിലബസിലെ ഫിബൊനാച്ചി നമ്പേഴ്സിനെ കുറിച്ചുള്ള ടോപ്പിക്. ഓക്കെ, കൃത്യമായിട്ട് ഓരോ പ്രൂഫും ഓരോ ടേമും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ലൂക്കാസ് നമ്പേഴ്സ്. ഓക്കെ, താങ്ക് യു.